കോശങ്ങൾ: അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇതിൽ ആനന്ദമയ കോശത്തെ ഉണർത്താൻ കാരണമായി അന്നമയം ഫിസിക്കൽ ബോഡി, മെന്റൽ ബോഡി, മനോമയ കോശം, പ്രാണം എനർജി പോയി പ്രാണമയ കോശം, വിജ്ഞാനമയം പ്രാണം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നറിയുന്ന പ്രാണമയ കോശം. പട്ടിക്കൊക്കെ നെഗറ്റീവ് എനർജി ബാധകളുള്ളവരെ കണ്ട അപ്പം കുറയ്ക്കും. അത് ആ പ്രാണനെ അറിയാനുള്ള സെൻസ്, ആ കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പറ്റിക്കാൻ വരുന്ന ഒരാളെ, നല്ലൊരാളെയൊക്കെ കണ്ട അവൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് തിരിച്ചറിയും. പോലീസുകാർ ഇങ്ങനെ അടിമുടിയല്ലേ പോലീസുകാർ നോക്കുന്നത്, അല്ലെ? ആ എനർജി റീഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഒന്നും ചിലർക്ക് ഇത് കിട്ടും. പ്രാണനെ അറിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കർമ്മഫലം കുറയും, സമാധി വരെ പോകാൻ സാധിക്കുകയും ചെയ്യും. അതാണ് പഞ്ചകോശ ശുദ്ധി സാധന എന്ന് പറയുന്നത്. അപ്പം ആ പ്രാണമയം, ആ ഉള്ളില് ആനന്ദം ഉണ്ടാകുന്ന ജാഗ്രത, സ്വപ്ന, സുഷുപ്തി സ്ഥാനങ്ങളിൽ ഉണർന്നിരിക്കുമ്പോഴും സുഷുപ്തി സ്ഥാനത്തിലും ആഴത്തിലുള്ള ഉറക്കത്തിൽ ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥ. മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നു, ഓം എത്തിയത് അക്ഷരമിതം സർവം തക്ഷോപവ്യാഖ്യാനം ഭുജം ഭവിഷ്യതി സർവമോങ്കാരമേവ യച്ഛാന ത്രികാലാതീതം തദപ്യോങ്കാരമേവ. ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ആ ഊ മാ മൂന്ന് അക്ഷരം, ഓം എന്നുള്ള ഒരു അക്ഷരത്തിന്റെ തസ്യോപവ്യാഖ്യാനമാണ് ഈ പ്രപഞ്ചം. ഈ മൂന്ന് അവസ്ഥകളിൽ സൗന്ദര്യമുള്ളത് എന്താണോ അത് ത്രിപുര സുന്ദരിയാണ്. മൂന്ന് പുരങ്ങളിൽ സൗന്ദര്യമുള്ളത്. വേദം എന്താ പറയുന്നത്? ഈ മൂന്ന് പുരങ്ങളിലും മൂന്ന് പാദങ്ങൾ പുരുഷന്റെ ഉള്ളിലാണ്. ജാഗ്രത മാത്രമേ പുറത്തുള്ളൂ. സ്വപ്നം, സുഷുപ്തി, തുരീയം, ഇത് മൂന്നും അകത്താണ്. ഈ മൂന്ന് പുരങ്ങളിലും സൗന്ദര്യം, ആനന്ദമയ കോശത്തെ ഉണർത്തുന്ന സമാധി അതാണ്. സെക്ഷൽ എനർജിയുടെ ആനന്ദം എപ്പോഴും ഇവിടെ അതിൻ്റെ 1000 ഇരട്ടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നിരവധി സ്വാമിമാർ സമാധിയാവുന്നു എല്ലാ അഖാഡകളിലും. അത് ഭാരതത്തിലൊരു അത്ഭുതമല്ല. അത് ഇങ്ങനെ മരിക്കാൻ പറ്റും. നമ്മൾ കുംഭമേളയ്ക്ക് പോയപ്പോൾ കണ്ടല്ലേ, നേരെ വന്ന് എല്ലാവരും ടാറ്റ പറഞ്ഞ് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് ത്രിവേണിപുരി ഭാവ സമാധി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അത്ഭുതമല്ലേ? അത്ഭുതമൊന്നുമല്ല, ഇവിടെ സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പൊ അതിലേക്കാണ് നമ്മളെ ശരിയായ ഉപാസന പദ്ധതികൾ നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പുരങ്ങളിൽ സൗന്ദര്യമുള്ളതെല്ലാം ദേവിയാണ്. ലോകത്തപ്പ എവിടെ സൗന്ദര്യം കണ്ടാലും അവിടെ വീണ് നമിക്കണം. കാര്യം എന്താ? അതിലൂടെ പ്രോജ്വലിക്കുന്നത് ദേവിയുടെ ചൈതന്യമാണ്. അപ്പൊ സുന്ദരമായതെല്ലാം ദേവിയാണ്. ഒരു കൊച്ചുകുട്ടി കളിക്കുന്ന കണ്ടാൽ അവിടെ ദേവിയുണ്ട്. ഒരു നല്ല പുഷ്പം നിൽക്കുന്ന കണ്ടാൽ അവിടെ ദേവിയുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെയെല്ലാം ദേവിയുണ്ട്. സ്നേഹം സൗന്ദര്യം ഉണ്ടാക്കുന്നതാണ്. സ്നേഹമുള്ളവർക്കാണ് സൗന്ദര്യമുള്ളത്. ആ കെമിക്കൽ കോമ്പിനേഷൻ ഉള്ളപ്പോൾ നെഗറ്റീവ് എനർജിക്ക് വരാൻ പറ്റത്തില്ല. ദേവിയുടെ ചൈതന്യം നമ്മളിലേക്ക് വരുന്നു. നമുക്ക് ലളിത സഹസ്രനാമ യജ്ഞത്തിലേക്ക് കിടക്കാം. ആ രീതിയിൽ ഇതിനെ കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ലൈഫിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് ആദിപരാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. സമയക്കുറവ് പോലെ ലളിത സഹസ്രനാമ ജപയജ്ഞത്തിലേക്ക് കടക്കാവുന്നതാണ്.